ഹലോ ഹായ്. ഹെയർ കെയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ പർപ്പിളിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 5 എണ്ണം കിട്ടുന്നൊരു പാക്കേജിംഗ് ആയിട്ടാണ്. ഓൺലൈൻ ക്വാളിറ്റി സ്റ്റോർ എന്ന് പറയുന്ന ഒരു മാനുഫാക്ചേഴ്സാണ് തരുന്നത്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഷോർട്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമല്ലോ. നോക്കിക്കേ, ഇത് ഞാൻ ഓൾറെഡി പാക്കേജിങ് കീറിപ്പോയി, അതുകൊണ്ടാട്ടോ ഇങ്ങനെ കവർ എടുത്ത് കാണിക്കുന്നത്. ഇവരുടെ ഈ കവറിനകത്തിൽ 5 എണ്ണം ഒരുമിച്ചൊരു പാക്കേജായിട്ടാണ് വരുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തത് ഹിബിസ്കസ് പൗഡർ, നമ്മുടെ ചെമ്പരത്തി പൊടിയുണ്ട്. ചെമ്പരത്തി നമ്മൾ താളിയായിട്ട് ഉപയോഗിക്കാറുള്ളതാണല്ലോ. പിന്നുള്ളത് റീത്ത പൗഡറാണ്. റീത്ത പൗഡർ ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ, സോപ്പ് നട്ട് പൗഡർ എന്നൊക്കെ വിളിക്കുക. അതുപോലെ തന്നെ അരിതപ്പൊടി എന്നൊക്കെ പറയാം. നമ്മൾ ബേസിക് ഹെയർ ക്ലെൻസ് ആവാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ബൃങ്കരാജ്, നമ്മുടെ കയ്യുന്നി, പിന്നെ ശിക്കക്കായ് പൗഡർ, അത് കോമൺലി എല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ. പിന്നെ അംല, ഇതെല്ലാം നമ്മൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും അതുപോലെ ഹെയർ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു കണ്ടെയ്നറിലാക്കി വെക്കാമെങ്കിൽ നമ്മൾ ഹോസ്റ്റലേഴ്സിനാണെങ്കിലും ട്രാവൽ ചെയ്യുന്നവർക്കാണെങ്കിലും ഒക്കെ കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. ഈവൻ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെ ആണെങ്കിൽ തന്നെ യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ബേസിക്കലി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഓരോ കണ്ടെയ്നറിൽ ഇട്ടിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ബേസിക്കലി മടി കാരണം എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇട്ടിട്ട് അതിന് ഈ 2 സ്പൂൺ എടുത്തിട്ടാണ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാറുള്ളത്. ഇതിൽ ഓൾറെഡി 50 ഗ്രാമാണ് ഒരു പാക്കറ്റിൽ വരുന്നത്. നോക്കിയാൽ കാണാം, 199 രൂപയെന്നാണ് കൊടുത്തേക്കുന്നത് ഒരു പാക്കറ്റിന്. പക്ഷെ അത്രയൊന്നുമില്ല കേട്ടോ. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്യാൻ താഴെ 5 എണ്ണത്തിൻ്റെ ഒരു പാക്കേജിങ്ങിൽ തന്നെയാണ് വരിക കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നും ഞാനിങ്ങനെ ഒരു കണ്ടെയ്നറിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കയ്യുന്നിയൊക്കെ നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ആംല പൗഡറും എണ്ണയ്ക്ക് എടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ഇത് എണ്ണ കാച്ചുമ്പോൾ അത് ഇടാറുണ്ട്. അത് പക്ഷേ ലാസ്റ്റിൽ ഇടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കേട്ടോ. അങ്ങനെ ചെയ്യുന്നവർക്ക് ഇത് എടുക്കാം. അതുപോലെ നീലാമരിയുടെ പൊടിയും അതൊക്കെ ഉപയോഗിക്കാം. ഈ ശിക്കക്കായും അതുപോലെ തന്നെ റീത്ത പൗഡറും നമ്മുടെ തലമുടി ക്ലെൻസ് ആവാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. സ്കാൽപ്പിലേക്ക് അഴുക്ക് പോകാൻ വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് അത് തന്നെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ചെമ്പരത്തിയും തന്നെ താളിയായിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ച് യൂസ് ചെയ്താൽ എല്ലാത്തിൻ്റെയും കൂടെ എഫക്റ്റ് ഒരുമിച്ച് കിട്ടുകയും ചെയ്യും, മുടി വൃത്തിയാവുകയും ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി മടിയാണ് മെയിനായിട്ടുള്ള കാരണം. ഇതാകുമ്പോൾ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക എളുപ്പമുള്ള പണിയാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒരുമിച്ചാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടെയ്നറിൽ കൊണ്ടില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ അത് പേപ്പറിലാക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നിറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇളക്കാൻ പറ്റാതായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിനെ ഒരു പേപ്പറിലോട്ട് മാറ്റിയിട്ട് മിക്സ് ചെയ്യുകയാണ്. അതാകുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം, കാരണം എടുക്കുന്ന ഓരോ സ്പൂണിലും എല്ലാത്തിൻ്റെയും കണ്ടൻറ്റ് കിട്ടണമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാലല്ലേ എല്ലാം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് വയ്ക്കുന്നുണ്ട്. ഞാൻ 2 കണ്ടെയ്നറിലാക്കി വെക്കുകയാണ്. ഒരെണ്ണത്തിൽ മെയിൻ കണ്ടെയ്നറിലാക്കി വെക്കുകയും പിന്നെ അതിൽ നിന്ന് കുറച്ച് വേറൊരു കുട്ടി കണ്ടെയ്നറിലോട്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഒരുമിച്ച് എടുക്കരുത്. ഇപ്പോൾ നമ്മൾ ബാത്റൂമിലൊക്കെ കൊണ്ട് വെക്കുകയാണെങ്കിൽ മോയിസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചായിട്ടേ എടുക്കാവുള്ളൂ. ഇപ്പോൾ ഒരു മെയിൻ കണ്ടെയ്നർ, ഇതുപോലത്തെ ഒരു മെയിൻ കണ്ടെയ്നർ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം ഒരു കൊച്ചു കണ്ടെയ്നറിലാക്കി ബാത്റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലാതെ ഇത് മൊത്തത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തണുപ്പടിച്ച് ഇത് മൊത്തം പൊടിയും ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തിട്ട് ഇതിനെ കുട്ടി കണ്ടെയ്നേഴ്സിലാക്കി വെക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഇത് ഭയങ്കര മെസ്സാണ് ഗൈസ്, അവിടെ എല്ലാം ആയി പോകാറുണ്ട്. നമ്മുടെ ഈ പൊടിയും കൂടി അതുകൊണ്ട് തന്നെ ഫുള്ള് മെസ്സാവും. അതുകൊണ്ട് ഹാൻഡിൽ വിത്ത് കെയർ, പേപ്പറൊക്കെ ഇട്ടിട്ട് ചെയ്താൽ കുറച്ചും കൂടി വൃത്തിയായിട്ടിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് പണിയാവും. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചൊന്ന് മിക്സ് ചെയ്തുകൂടെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു കുട്ടി കണ്ടെയ്നറിലാണ് ഞാൻ ആക്കിയാണ് ബാത്റൂമിലൊക്കെ വെക്കാറ്. ഇതിനകത്തിലോട്ട് കുറച്ച് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പയറുപൊടിയും കൂടി ഇടാം. ഞാൻ ഓൾറെഡി പയറുപൊടിയും കൂടി ഇട്ട് വെച്ചിരുന്ന കുറച്ച് പൗഡർ ഉണ്ടായിരുന്നു, അതും കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ കലക്കുന്നതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ചെറുപയറിൻ്റെ പൊടിയില്ലേ, അതും നല്ലതാണ് കേട്ടോ. ക്ലെൻസ് ചെയ്യാൻ അതും നല്ലതാണ്. വേണമെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്യാം. അതല്ലാണ്ട് ഇത് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. ശിക്കക്കായും റീത്ത പൗഡറും ഉള്ളത് കൊണ്ട് തന്നെ നല്ലോണം ക്ലെൻസ് ആയിക്കോളും, സ്കാൽപ്പൊക്കെ നല്ലോണം ക്ലിയർ ആയിക്കോളും. അതുകൊണ്ട് ഇങ്ങനെ നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ നമുക്കിത് ആക്കിയെടുക്കണം. എന്നിട്ട് ഓരോ ഹെയറിൻ്റെ ഡിവിഷൻസ് എടുത്തിട്ടും അതിനകത്തിലോട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കണം. ഓൾറെഡി എല്ലാവർക്കും ഹെയർ മാസ്ക് ഒക്കെ ഇടാൻ അറിയാവുന്നതല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇതുപോലൊരു സ്മൂത്ത് പേസ്റ്റ് ആവണം. ഞാൻ ആ സ്മൂത്ത് പേസ്റ്റ് ആയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ കയ്യിൽ തേച്ച് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് തല തേച്ച് പിടിപ്പിച്ച് 10-15 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഓക്കെ, താങ്ക് യു.